എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എതേറിയത്തിൻ്റെയും ബിറ്റ്കോയിൻ്റെയും ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. അതായത് നിങ്ങൾക്കറിയാം, മാർക്കറ്റ് 24/7 ഓപ്പൺ ആണ്. ഓക്കെ, ക്രിപ്റ്റോ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആണ്, ക്ലോസ് ആവില്ല ഒരിക്കലും. ഓക്കെ, എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഗോൾഡിൻ്റെ ഒക്കെ വീഡിയോ ആണ് സാധാരണ ചെയ്യാറുള്ളത്. സോ ഗോൾഡ് നിങ്ങൾക്കറിയാലോ, ഫോറക്സ് മാർക്കറ്റ് നിങ്ങൾക്ക് സൺഡേ ടു സാറ്റർഡേ ഓഫ് ആയിരിക്കും, മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും വർക്കിംഗ് ആയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് അടുത്ത ദിവസം വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ബിറ്റ് കോയിൻ്റെയും എതേറിയത്തിൻ്റെയും അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അടുത്ത മൂവ്, ഇനി വരാൻ പോകുന്ന മൂവ് എന്തൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫ്യൂച്ചർ മൂവും പറയാം, അടുത്ത മൂവും പറയാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ചാനൽ വഴി ജസ്റ്റ് എനിക്കറിയുന്ന നോളജ് വെച്ചിട്ട് മാർക്കറ്റ് എങ്ങനെ വർക്കാവും, ഞാൻ എങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന സെറ്റപ്പ് എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആ സെറ്റപ്പ് വഴി അങ്ങനെ മാർക്കറ്റ് വർക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പല പല സെറ്റപ്പ് ആയിരിക്കും, പല പല സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് എന്താണോ പറയുന്നത്, അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് പോലെ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ രീതിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ കുറച്ചൊരു 5-6 മാസമായിട്ട് ഞാൻ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാറില്ല. ഓക്കെ, ഇനി ട്രേഡ് ചെയ്ത് തുടങ്ങണം, ഒരുപാട് കാലമായി ട്രേഡ് ചെയ്തിട്ട്. സോ അതുകൊണ്ട് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എടുക്കുന്ന ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സാധാരണ നമ്മൾ ഗോൾഡിലൊക്കെ എടുക്കുന്ന ട്രേഡ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഗോൾഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ട്രേഡിൻ്റെ അപ്ഡേറ്റൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് എതേറിയത്തിൻ്റെ അപ്ഡേറ്റ് നോക്കാം. കാണാൻ പറ്റും, ഞാനിപ്പോൾ ഇത് വീക്ക്ലി ചാർട്ടാണ് എടുത്തത്. അപ്പോൾ എതേറിയം കാണാൻ പറ്റും വീക്ക്ലി ചെറിയൊരു റീട്രേസ്മെൻറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ താഴേക്ക് സെല്ലായി വരുന്നുണ്ട്. അതൊരു പോയിൻ്റ് എത്തുമ്പോൾ ബൈ ആയി മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം വീക്കിൽ നോക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഏരിയയാണ് റീസെൻ്റ് ഹൈ എന്ന് പറയുന്നത്. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, നേരെ മാർക്കറ്റ് താഴേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയ ഇവിടെ ഡിമാൻഡ് ഉണ്ട്. സോ ഇതൊരു ഡിമാൻഡാണ്. ഈ ഡിമാൻഡിൽ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് താഴെ മറ്റൊരു ഡിമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, ഒരു ചെറിയ ഡിമാൻഡ് ഉണ്ട്. ഇത് വീക്കിലി ഡിമാൻഡാണ്. ഓക്കെ, സോ 2 ഡിമാൻഡ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഈ 2 ഡിമാൻഡിൽ ഏതെങ്കിലും ഒരു ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വർക്ക് ചെയ്ത് ഓൾ ടൈം ആയി വരെ മാർക്കറ്റ് പോകും. അതായത് ഈ 2 ഏതെങ്കിലും ഡിമാൻഡിൽ മാർക്കറ്റ് വർക്കായി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് ഒരു പുതിയ ഓൾ ടൈം ആയി ക്രിയേറ്റ് ചെയ്യാനാണ്. പക്ഷേ അത് മേ ബി 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 1.5 വർഷമൊക്കെ എടുത്തേക്കാം. ഓക്കെ, ഓൾ ടൈം ആയി ഇത് ക്രിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നേക്കാം. ക്രിപ്റ്റോ ആണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വോളിയം വന്ന് ബൈ ആയി പോവാം. ഓക്കെ, സോ വീക്കിലി നമുക്ക് ഒരു നല്ല സെല്ല്, അതായത് വീക്കിലി ചാർട്ടിൽ സെല്ല് ഇപ്പോൾ കിട്ടുന്ന ഇവിടെയൊക്കെ സെല്ല് ചെയ്യാം. പക്ഷേ ഇതൊക്കെ റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് എക്സ്ട്രീം ഡിമാൻഡ് എന്ന് വരുമ്പം ഈ ഒരു അതായത് ഇപ്പം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ ഈ സെല്ലൊന്നും വർക്കാവില്ല. ഓക്കെ, ജസ്റ്റ് മുകളിൽ പോയിട്ട് ഒന്ന് റിട്രസ് ആയിട്ട് മുകളിലേക്ക് മാർക്കറ്റ് പോയി തിരിച്ച് കയറി പോകും. ഓക്കെ, ഈ ഡിമാൻഡ് മാർക്കറ്റ് വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്ട്രീം ഡിമാൻഡ് മാർക്കറ്റ് വന്നതിന് ശേഷം ഇപ്പോൾ സെല്ല് ചെയ്തിട്ട്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് മാർക്കറ്റ് പോയി ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, ഇവിടുന്ന് സെല്ല് ചെയ്ത് ഇവിടെ വരെ ടാർഗറ്റ് വെക്കാമെന്ന് ഉദ്ദേശിച്ചാൽ വർക്കാവില്ല. കാരണം മാർക്കറ്റ് ഓൾറെഡി ബൈയിങ്ങിലാണ് ഉള്ളത്. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇത് ഫെയിൽ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയ ടാർഗറ്റൊക്കെ എടുക്കാം, സെല്ല് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഈ ഡിമാൻഡ്സിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇത് വീക്കിലി ചാർട്ടാണ്, നമുക്ക് 1 ഡേ ചാർട്ട് എടുക്കാം. 1 ഡേ ചാർട്ടിലും കാണാൻ പറ്റും ഈ ഡിമാൻഡ്സ് നമ്മൾ സപ്ലൈ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ 2 ഏരിയ, ഓക്കെ, ഈ 2 ഏരിയയിൽ ഒരു നേരത്തെ കാണിച്ച പോലെ തന്നെ കൂടെ കാണാൻ പറ്റും 2 ഡിമാൻഡ്സ് ഉണ്ട്. ഓക്കെ, സോ അതിനുള്ളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും ചെറിയൊരു ഡിമാൻഡ് കാണാൻ പറ്റും. ഈ ഡിമാൻഡ് എടുക്കാം. ഓക്കെ, സോ ആ ഡിമാൻഡ് മാർക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് ഡിമാൻഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഓൾറെഡി സ്ട്രക്ചറോ ഷിഫ്റ്റ് ചെയ്താണ്, മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്താണ്. ഓക്കെ, ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തതിന് മുന്നേ മാർക്കറ്റ് ഇവിടെയുള്ള ലോ കട്ട് ചെയ്തിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊരു വാലിഡ് ഷിഫ്റ്റാണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഞാൻ SMCയും ICT എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് നോക്കുന്നത്. സോ അപ്പം ഇത് നമുക്ക് ഷിഫ്റ്റ് ചെയ്തു. നമുക്ക് ഒരു എക്സ്ട്രീം ഡിമാൻഡ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു 1 ഡേയിൽ ഒരു എക്സ്ട്രീം ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സ്ട്രീം ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിമാൻഡ് എടുക്കാം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പം ഒരു പ്രോപ്പർ ഡിമാൻഡാണെന്ന് വെച്ചാൽ അല്ല. ഒരു പ്രോപ്പർ ഡിമാൻഡ് ഒന്നും ഇവിടെ 1 ഡേയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ കാണാൻ പറ്റുന്നത് ഒരു പ്രോപ്പർ ഡിമാൻഡ് ഇല്ല. ഓക്കെ, അപ്പം മാർക്കറ്റ് ബേസിക്കലി ഈ ഒരു ഡിമാൻഡ് ബ്രേക്കായി താഴേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ നമുക്ക് ഈ ഡിമാൻഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് റീസെൻ്റായിട്ട് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്താണ് പറ്റും. ഇതാണ് റീസെൻ്റ് ക്രിയേറ്റ് ചെയ്ത ലോ. ഓക്കെ, അപ്പോൾ ഈ ലോ മാർക്കറ്റ് എന്തായാലും എടുക്കും, എന്നിട്ടേ മുകളിലേക്ക് പോകുള്ളൂ. മുകളിലേക്ക് പോകണമെങ്കിൽ, നല്ല രീതിക്ക് മുകളിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്രോപ്പർ ഡിമാൻഡിൽ വരണം. അപ്പോൾ അതിനുവേണ്ടി മാർക്കറ്റ് ഒന്നെങ്കിൽ ഞാൻ ഈ മാർക്കറ്റ് ഈ ഡിമാൻഡ് ഒരു 22.54 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിലേക്ക് വന്നിട്ട്
ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു പ്രോപ്പർ ബൈ. നിങ്ങൾക്കൊരു ഓൾ ടൈം ഹൈ വരെയൊക്കെ ടാർഗറ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡിമാൻഡാണ്. ഒന്ന് ഈ ഡിമാൻഡ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ താഴെ മാർക്ക് ചെയ്ത ഈ ഒരു ഡിമാൻഡ്. ഓക്കെ, സോ ഈ ഒരു ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ബൈക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് സെയിം നമ്മൾ ടാർഗറ്റ് ഹോൾ ടൈം ഹൈ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡയറക്റ്റ് നിങ്ങൾ ഇവിടുന്ന് ബൈ ചെയ്യില്ല. അതായത് ഇപ്പോൾ ഇത് 1 ഡേ ഡിമാൻഡാണ്. നിങ്ങൾ 1 ഡേയിലാണ് നോക്കുന്നതെങ്കിൽ 4 ഹവറിൽ പോവുക. 4 ഹവറിൽ പോയതിനു ശേഷം ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഹവറിൽ ഡിമാൻഡ് ഉണ്ടോ ചോദിച്ചാൽ പ്രോപ്പറായിട്ട് കാണുന്നില്ല. 1 ഡേയിൽ ഉള്ള പോലെ അത്ര ക്ലിയർ ആയിട്ടില്ല. പക്ഷേ എന്നാൽ കൂടെ ഇതൊരു ഡിമാൻഡായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ ഒരു ഡിമാൻഡായിട്ട് എടുക്കാം. സോ ഈ ഒരു ഏരിയ മാർക്കറ്റ് 4 ഹവറിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ ഈ ഡിമാൻഡ് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ, ഇവിടെ മാർക്കറ്റ് വന്നതിന് ശേഷം 4 ഹവറിലാണ് പറയുന്നത്. ഇവിടെ മാർക്കറ്റ് വന്നതിന് ശേഷം ഇതേപോലെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ റീസെൻറ്റ് ഹൈ ഉണ്ടാവും, ഹൈ ബ്രേക്ക് ചെയ്യും. അതിന് മുമ്പായിട്ട് ലോ എടുത്തിരിക്കണം മാർക്കറ്റ്. ലോ എടുക്കാണ്ടാണ് മാർക്കറ്റ്. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് മാർക്കറ്റ് ഇവിടെ വന്നു, ഇങ്ങനെ വന്നിട്ട് മുകളിൽ പോയി ഈ ലോ എടുക്കാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോഴും മാർക്കറ്റ് വർക്കാവാം. പക്ഷേ കൂടുതൽ ചാൻസ് മാർക്കറ്റ് താഴേക്ക് തന്നെ പോയിട്ട് 2 ലോ എടുത്തതിന് ശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യും. മാർക്കറ്റ് മുകളിലേക്ക് പോകും, പിന്നെയും റീസെൻറ്റ് ലോ കട്ട് ചെയ്യും, എന്നിട്ട് ഒരു ഹൈ വെക്കും, ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യും, പിന്നെ ഇവിടെയുള്ള ഡിമാൻഡിൽ വർക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയായിരിക്കും കൂടുതൽ ചാൻസ് മാർക്കറ്റ് വർക്കാൻ വേണ്ടി ചാൻസ് കാണുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് വന്നു, മുകളിലേക്ക് പോയി ഈ ലോ എടുക്കാണ്ട് ഇവിടെയുള്ള ഡിമാൻഡിൽ വർക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ചാൻസ് മാർക്കറ്റ് മുകളിലായിരുന്നു സപ്ലൈ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് തന്നെ വന്നിട്ട് ഒന്നെങ്കിൽ ഈ ഡിമാൻഡ് എടുത്തിട്ട് ആദ്യം വർക്കായ ഡിമാൻഡ് പിന്നെയും ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ആയിട്ട് പിന്നെയും മുകളിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെ വർക്കാവും. ഓക്കെ, സോ 2 സെറ്റപ്പിൽ വർക്കാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും റിസ്ക് എടുക്കുക. അതായത് ഇപ്പോൾ ഒരു ഡിമാൻഡ് കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും 4 ഹവറിൽ കൺഫർമേഷൻ നോക്കിയിട്ട് 50 മിനിറ്റിലോ 1 ഹവറിലോ വീണ്ടും എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ എൻട്രി എടുത്ത് നമുക്ക് മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെറ്റപ്പിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ മാർക്കറ്റിൽ എന്താ നടക്കാൻ പോസിബിൾ നോക്കാം. ഇപ്പോൾ നമുക്ക് 4 ഹവർ ചാർട്ടാണ്. 4 ഹവർ ചാർട്ടിൽ ഞാൻ പറഞ്ഞു ഈ ലോ, ഇപ്പോൾ ഈ മാർക്കറ്റ് ലോ മാർക്കറ്റ് എന്തായാലും എടുക്കും. ഇത് എടുത്ത് ഞാൻ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഫോളോ ആയിട്ട് ഈ ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ നേരെ മാർക്കറ്റ് ഈ ലോ തന്നെ സപ്പോർട്ടായിട്ട് ഇവിടെ തന്നെ സെല്ലിൽ വന്നിട്ട് താഴേക്ക് പോകും. ഓക്കെ, ഇവിടെ നേരെ ഫോളോ താഴേക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോളോ ആവണമെങ്കിൽ ഒരു സപ്ലൈ ടാപ്പ് ചെയ്യണം. അപ്പം നമുക്കിവിടെ 4 ഹവറിൽ നോക്കുകയാണെങ്കിൽ സപ്ലൈ ഉണ്ട്. സോ ഇതല്ല, ഇവിടെ കാണാൻ നമുക്ക് സപ്ലൈ ഉണ്ട്. ഓക്കെ, സപ്ലൈ ഉണ്ട്. സോ അതായത് നമുക്കിത് 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. സോ 1 ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സപ്ലൈ കാണാൻ പറ്റും. ഒരു സപ്ലൈ ഇവിടെ ഉണ്ട്, അതിന് മുമ്പായിട്ട് ഇവിടെയുള്ള ലോ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, സോ അതിനുശേഷം ക്രിയേറ്റ് ആയ സപ്ലൈ ഉണ്ട് അവിടെ. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സപ്ലൈ ഉണ്ടെങ്കിലും ഈ സപ്ലൈക്ക് മുമ്പ് ക്രിയേറ്റ് ആയ എല്ലാ ക്യാൻഡിലും കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഒരു ക്യാൻഡിലും അടുത്ത ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തിട്ടില്ല. ഓക്കെ, എല്ലാം അതിനുള്ളിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ആയത്. ഈ വിക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ കാണുന്ന എല്ലാ വിക്കും ക്രിയേറ്റ് ആയി വന്നത്. ഓക്കെ, സോ പിന്നെ ഈ ഒരു ക്യാൻഡിൽ മാത്രം ഓപ്പോസിറ്റുള്ള ക്യാൻഡിലിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് താഴെ പോയത്. എന്നാൽ കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കാമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു സെല്ലിംഗ് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ഈ ലോയിലേക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ലോ ഒന്നുകിൽ ലോ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡിമാൻഡ് വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. അടുത്ത ഒരു സെല്ല് നടക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് ഫെയിൽ ആവുകയാണ്. അതായത് ഈ ഒരു സപ്ലൈ ഫെയിൽ ആവുകയാണെങ്കിൽ അതിൻ്റെ റീസൺ മുകളിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ട് ഇവിടെ കാണുന്ന സപ്ലൈയിൽ മാർക്കറ്റ് വർക്കായിട്ട് താഴേക്ക് പോകും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ 2 രീതിക്കാണ് നമുക്ക് ഇതിൽ സെല്ല് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. സോ ഞാൻ സെല്ല് ചെയ്യുക ഈ 2 ഏരിയയിൽ മാർക്കറ്റ് വരുമ്പോഴായിരിക്കും. ഓക്കെ, സോ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ ക്യാൻഡിൽ ഹൈ ലോ എടുത്താൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ക്യാൻഡിലിൻ്റെ ലോ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, ഹൈയും പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈ എന്തായാലും മാർക്കറ്റ് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു ക്യാൻഡിൽ ഹൈ എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഹൈയും പോവും. അതായത് ഈ ഹൈ എടുക്കുകയാണെങ്കിൽ മുകളിലുള്ള ഹൈയും പോവും. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ഈ കാണുന്ന സപ്ലൈയുടെ ടാപ്പായി താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, കുറച്ചുകൂടെ ഹൈ പ്രോബിലിറ്റി നിങ്ങൾക്ക് അതാണ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ബൈ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം ഒന്നാമത് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ലോൻ്റെ താഴെയാണ്. ഇത് കംപ്ലീറ്റ് ലിക്വിഡിറ്റിയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഫുൾ ഓഫ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റ് ജസ്റ്റ് മാനിപ്പുലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ബൈ എടുക്കുന്ന റിസ്ക്കാണ്. സെല്ല് മാത്രം നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി നിങ്ങൾക്കൊരു വ്യൂ ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകണം, ഈ ഒരു സപ്ലൈയിലേക്ക് പോകണം, അല്ലെങ്കിൽ സപ്ലൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോഴത്തെ ഒരു വോളിയം വെച്ചിട്ട്. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബൈയും കാണിക്കുന്നില്ലെങ്കിലും ബൈയും കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ 50 മിനിറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ 5 മിനിറ്റ് എടുത്ത് കാണിക്കാം. 5 മിനിറ്റിൽ നിന്ന് കാണാൻ പറ്റും
മാർക്കറ്റ് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡ്. ഓക്കെ, ഇതൊന്ന് പ്രോപ്പർ ഡിമാൻഡായിട്ട് എടുക്കാൻ പറ്റില്ല, എന്നാൽ കൂടെ ഡിമാൻഡിൽ വർക്കായിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്തതിനു ശേഷം ഇവിടെ റീസെൻ്റ് ആയിട്ടുള്ള ലോ മാർക്കറ്റ് കട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് കട്ട് ചെയ്തതിനു ശേഷം ഇതൊക്കെ കാണാൻ പറ്റും. ഇതും ഒരു പ്രോപ്പർ ഡിമാൻഡ് അല്ല, എന്നാൽ കൂടെ ഈ ഡിമാൻഡിൻ്റെ മാർക്കറ്റ് അവിടെ റിയാക്ട് ആവുന്നുണ്ട്, റിയാക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒരു 1 മിനിറ്റ് എടുത്താലും ഇവിടെ കാണാൻ പറ്റും. റീസെൻ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഞാൻ പറയുന്ന സെറ്റപ്പ്. മാർക്കറ്റ് ആദ്യം ലോ എടുക്കണം. ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇപ്പം ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സപ്ലൈ, ഇതൊരു സപ്ലൈ ആണ്. ഈ സപ്ലൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ബൈയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇതുവരെ സെല്ലിംഗ് വന്ന മാർക്കറ്റ് ഷിഫ്റ്റ് ആവുന്നു ബൈയിലേക്ക്. അതിനുശേഷം നിങ്ങൾ താഴെയുള്ളൊരു ഡിമാൻഡ് ഫൈൻ ചെയ്യുക. അപ്പോൾ കാരണം ഇതൊരു ഡിമാൻഡാണ്. ഓക്കെ, ഒരു കാരൽ ഡിമാൻഡായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ അടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ കിട്ടും. ഓക്കെ, സോ ഈ രീതിയിൽ ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് നിങ്ങളപ്പോൾ റീസെൻ്റ് ലോൻ്റെ തന്നെ വെക്കണം, ലോ തന്നെ വെക്കണം. ഓക്കെ, ടാർഗറ്റ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു എന്താ പറയുക സപ്ലൈയുടെ ടാർഗറ്റ് ചെയ്യാം, അല്ല നിങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ ടാർഗറ്റ് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ടാർഗറ്റൊക്കെ നിങ്ങളിഷ്ടമാണ്, നിങ്ങൾക്ക് എവിടെയാണോ സേഫായിട്ട് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊക്കെ ബേസിക്കലി വെക്കുക ഒരു ലിക്വിഡിറ്റി ഹൈയോ അല്ലെങ്കിൽ ഇതേപോലെ സപ്ലൈ ഡിമാൻഡ് വരെയൊക്കെയാണ് ടാർഗറ്റ് വെക്കുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് ബൈ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ബൈ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് ഇപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ചാർട്ട് കാണിക്കാം. സോ ഇതൊക്കെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റിയാണ്, പക്ഷേ ഇവിടെ നിന്നൊരു പ്രോപ്പർ സപ്ലൈ ഇല്ല സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഹൈ മാർക്കറ്റ് ഓക്കെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റ് പിന്നെ താഴേക്ക് തന്നെ വരാം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് തന്നെ വന്നിട്ട് ഇപ്പം നമ്മൾ കണ്ട പോലത്തെ ഈ ഒരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ വർക്കായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകും. ഓക്കെ, ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എതേറിയത്തിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതൊക്കെ ഇത് റിസ്ക്കാണ് ആക്ച്വലി എടുക്കുന്നത്, സപ്ലൈയിലേക്ക് എടുക്കുന്നത്. പക്ഷേ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ചെറിയ റിസ്ക്. ഇപ്പോൾ നിങ്ങൾ സാധാരണ $10 റിസ്ക് എടുക്കുന്നത് $5 $3 വെച്ചിട്ട് നമുക്ക് ചെറിയൊരു റിസ്കിൽ ട്രേഡ് ചെയ്യാം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഫെയിൽ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 2 സപ്ലൈസിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സെല്ല് ട്രൈ ചെയ്യുക. ടാർഗറ്റ് ഓൾറെഡി പറഞ്ഞു ഈ ഏരിയ വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് എതേറിയത്തിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ പറഞ്ഞ ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ട്രേഡ് എടുത്തില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം മാർക്കറ്റ്. ഓക്കെ, എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എതേറിയത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എതേറിയത്തിൽ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ബ്ലൈൻഡായിട്ട് എവിടെയെങ്കിലും ബൈയും സെല്ലും ചെയ്യാതെ പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റീസും സപ്ലൈ ആൻഡ് ഡിമാൻഡും വാച്ച് ചെയ്തതിനു ശേഷം മാത്രം സെല്ല് ആൻഡ് ബൈ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇതാണ് എതേറിയത്തിൻ്റെ അപ്ഡേറ്റ്. സോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഞാൻ ബിറ്റ്കോയിൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്, ഏകദേശം 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ പറയുകയാണെങ്കിൽ 10, 20, 25 മിനിറ്റ് വീഡിയോ പോകും. ഓക്കെ, സോ അത് അടുത്ത വീഡിയോക്ക് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പം ജസ്റ്റ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലെവലൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലത്തെ റിയാക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഓക്കെ.